വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വിഡയുടെ പുതിയ സ്കൂട്ടറായിട്ടുള്ള വിഡ VX2 പ്ലസിനെ പറ്റിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വിഡയുടെ ആദ്യത്തെ സ്കൂട്ടറിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസമായിട്ടാണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. ഇവിടുത്തെ ഈ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ഫ്രണ്ടിലെ ഈ LED ലൈറ്റ് ഒക്കെ ആണെങ്കിലും ആ വണ്ടിയില് ചൂട് താന്നായിരിക്കണേന്നുള്ളൂ, ഇതില് ചൂട് പൊങ്ങിയിരിക്കണേന്നുള്ളൂ. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ഈ ഒരു ഡിസൈൻ ഇത് ചൂട് വ്യത്യാസമായിട്ടാണ് അവിടെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററി പാക്കാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ പ്രത്യേകതയിൽ തന്നെ. അത് ഞാൻ കാണിച്ചു തരാം. ഡിക്കി തുറക്കുക. ഡിക്കി ഇങ്ങനെ ഇവിടെ തിരിച്ചാൽ മതി. ഈ കീ ഇങ്ങോട്ട് തിരിച്ച ഡിക്കി തുറക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി പാക്ക് കാണുന്നത്. ബാറ്ററി പാക്ക് ഇങ്ങനെ തിരിച്ച് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2 ബാറ്ററി പാക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതില് രണ്ടെണ്ണത്തിലും ഒരുമിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് ഇവിടെയാണ് നോർമൽ ചാർജിങ് വന്നത്. ഈ ഒരു ഇതിലാണ് നമുക്ക് നോർമൽ ചാർജിങ് വന്നത്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കൂടെ ഈ ചാർജിങ്ങിന്റെ ഇതിവിടെ ഈ ഒരു ഗണ്ണ് ഇവിടെ കുത്തി ചാർജ് ചെയ്യാം. ഇതാണ് ചാർജിങ്ങിന്റെ പെട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ ഗണ്ണ്. ഈ അടപ്പൂരി കഴിഞ്ഞിട്ട് നമ്മളതിൽ കുത്തി ചാർജ് ചെയ്യണം. പിന്നെ അത് ഞാൻ വേണ്ടി എടുത്ത് കാണിച്ചൊരു നല്ല കനമുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി കേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ബാറ്ററി ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ബാറ്ററി കേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലെ മീറ്ററിന്റെ അവിടെ വരുമ്പോ നമുക്ക് ഇവിടെ ഡിജിറ്റൽ മീറ്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിങ്ങനെ തുറന്നു വരുമ്പോ ഇങ്ങനെയാണ് ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നമുക്ക് ഇതിന്റെ ചാർജിങ് നമുക്ക് ഫുൾ ചാർജിൽ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 100 ഇതിൽ ഫുൾ ചാർജില് കമ്പനി പറയണേ. ഇതില് മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റ്, പാസ്, ഡിമ്മ്, പിന്നെ മേളിലേക്ക് ഇത് ഹെഡ്ലൈറ്റ് ഓൺ ആവും, താഴേക്ക് ഇത് ഹെഡ്ലൈറ്റ് ഓഫ് ആവും. പാസ് നമ്മളിങ്ങനെ താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിം അടിക്കും. ഈ ഒരു ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഞെക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ സ്ക്രീനിൽ നമുക്ക് വണ്ടി എന്നെടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണിക്കും. എന്നെടുത്തു, പിന്നെ കറന്റ്, റൈഡ്, അങ്ങനെ കുറെ കാണിക്കും. അതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ട്രിപ്പ്, ഡിസ്റ്റൻസ്, ട്രിപ്പ് എത്ര പോയി എന്നുള്ളതും ടൈം, അതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാം. പിന്നെ അതുകൊണ്ട് മൊബൈലിലായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ വിഡയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, മൈ വിഡ എന്നാണ് ആ ആപ്പിന്റെ പേര്. ആ ആപ്പില് കണക്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ ബാക്കി കൺട്രോള് നമുക്ക് നമ്മുടെ ഫോണിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഈ വണ്ടി എടുത്താലും നമുക്കറിയാൻ പറ്റും. വണ്ടി എവിടെ നിർത്തിയാലും നമ്മുടെ ഫോണിൽ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അതാണ് ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത. അപ്പൊ വേറെ ആരും എടുത്തുകൊണ്ട് പോയാലും വണ്ടി എവിടെ നിർത്തിയിട്ടാലും നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ടേൺ ഓൺ അല്ലെങ്കിൽ ടേൺ ഓഫ് എന്നൊക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമുക്ക് അതിൽ മാപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എവിടെ നിൽക്കണോ, എവിടെയാണ് വണ്ടി ഇപ്പൊ നിൽക്കണേന്നുള്ളതും നമുക്ക് അതിൽ ഫോണിലെ വിഡയുടെ തന്നെ മാപ്പിൽ നോക്കി അറിയാൻ പറ്റും. പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഹസാഡ് ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹസാഡ് ഓൺ ആവും. അത് അങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ ഈ ഇതെന്ന് പറയുമ്പോൾ ഒന്ന് റിവേഴ്സിലാണുള്ളത്, പിന്നെ ഒന്ന് മോഡുകൾ മാറ്റാനുള്ളത്. നമുക്ക് ടോട്ടൽ 3 മോഡുകളാണ് ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്റ്റാൻഡ് തട്ടണം. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ സ്റ്റാർട്ടിന്റെ ഒരു സ്വിച്ച് ഉണ്ട്. അതിങ്ങനെ ബ്രേക്ക് പിടിച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് സ്വിച്ച് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ വണ്ടി ഓണായി. അപ്പൊ അതിവിടെ മോട്ടർ ഒന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മോഡുകൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്കോ മോഡ്, റൈഡ് മോഡ്, സ്പോർട്സ് മോഡ്,
എക്കോ മോഡ്. ഇങ്ങനെ 3 മോഡുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഇവിടെ ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നമ്മൾ 2 പ്രാവശ്യം താത്തിയത് ഈ ഒരു സ്വിച്ച് ഇട്ട് താഴേക്ക് പതുക്കെ താത്തി കഴിഞ്ഞാൽ റൈഡ് മോഡായി, ഒന്നുകൂടി താത്തി കഴിഞ്ഞാൽ സ്പോർട്സ് മോഡായി, ഒന്നുകൂടി താത്തി കഴിഞ്ഞാൽ എക്കോ മോഡായി. അങ്ങനെ ഓരോ മോഡിലും അവരുടെ കിലോമീറ്റർ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും, എത്ര കിലോമീറ്റർ പോകാന്നുള്ളത്. ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു പോർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോർട്ടിലാണ് ഏതറിന്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. അതും 1 വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആണ്, സൗജന്യമായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള അതിന്റെ ഒരു പോർട്ട് കൂടി ഉണ്ട്. അതാണ് ഈ ഒരു പോർട്ട്, ചെറിയ പോർട്ടാണ്. പിന്നെ ഈ വണ്ടി നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആരോടെങ്കിലും വർത്താനം പറഞ്ഞിട്ടെന്ന് വെച്ചോ, അന്നേരം ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മോട്ടർ ഓഫ് പോകും, പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇപ്പൊ തന്നെ കണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എന്നാലാണ് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവും. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയിക്കാണ്. പിന്നെ ഇതില് വേറൊരു ഇതുള്ളത്, ഈ SOSന്റെ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെഡ് കളർ, ഇതാണ് SOSന്റെ സ്വിച്ച്. ഇത് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു SOSന്റെ സ്വിച്ചിൽ ഞെക്കി കഴിയുമ്പോൾ കമ്പനിയിലേക്കും ഇതിന്റെ മെസ്സേജ് ചെല്ലും. അതുകൂടാണ്ട് നമ്മുടെ ഫോണിലേക്കും ഇതിന്റെ മെസ്സേജ് വരും. അതാണ് ഈ ഒരു സ്വിച്ചിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഹോൺ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, വണ്ടി എന്നെടുത്തു, പിന്നെ ട്രിപ്പ് എത്ര പോയി, ടൈം എത്ര ഇതായി, അത് എല്ലാ കാര്യങ്ങളും ഇതിൽ അറിയാൻ പറ്റും. അതുകൂടാണ്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതില് ചാർജ് കയറണമെങ്കിൽ ഈ നടുക്കത്തെ ഈ സ്വിച്ചിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറും. ഈ നടുക്കത്തെ ഈ സ്വിച്ചിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജ് ഇവിടെ കയറാനായിട്ട് ഇവിടെ കാണിക്കും, ഇവിടെ ചാർജിങ് കാണിക്കും. അല്ലെങ്കിൽ ചാർജിങ് അല്ല കാണിക്കുന്നത്, നമുക്ക് ഫോർസ്ഡ് സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് കാണിക്കും, ഫുൾ ചാർജ് ആവുകയും ചെയ്യും. അതുകൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടിയിൽ 2 ചാർജിങ് കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തെ ചാർജിങ് കേസും നമുക്ക് പുറത്തെടുത്ത് ചാർജ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എടുത്ത് വീട്ടിലകത്ത് കൊണ്ടുപോയോ പുറത്ത് വെച്ചോ നമുക്ക് എടുത്ത് വെച്ച് ചാർജ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.